9 ലക്ഷം രൂപ കൊടുത്ത് പോള വാരിയതാണ്. 2 ആഴ്ചയായുള്ളൂ. ഇപ്പോൾ പോള വീണ്ടും വരിക. പോളയുടെയൊക്കെ പറയാൻ പറ്റുമോ പോളയെ വരല്ലെന്ന്? അത് വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് വരേണ്ട സ്ഥലത്ത് ചങ്ങനാശ്ശേരി ലാസ്റ്റ് പോയിൻ്റ് ആയതുകൊണ്ട് അവരിങ്ങനെ വരും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചങ്ങനാശ്ശേരി ആസ്മാ പാലം, ഈ ആസ്മാ പാലം പണിതതിന് ശേഷമാണ് ഇവിടെ ഈ പോള ഇങ്ങനെ വന്ന് തിങ്ങാൻ. ഇത് ഇവിടെ വന്ന് നിൽക്കുന്നതുണ്ടോ? ഇത് ഇവിടെ വന്നിങ്ങനെ നിന്നിട്ട് ഇവിടെ നല്ല ഒഴുക്കായിരുന്നു, കറങ്ങി വന്നിട്ട് ഇതുവഴി നേരെ വെളിയനാട് പോകുന്ന ഒരു തോടാണ്. അതിനെ അത്രയും വീതിയിലാണ് കെട്ടിയടച്ചത് കൊണ്ടാണ് ഇന്നിവിടെ ഈ വെള്ളത്തിൻ്റെയൊക്കെ കളറ് കണ്ടോ, കറുത്തായിരിക്കുന്നത്. പോള വാരിക്കഴിഞ്ഞും ഈ വെള്ളം കറുത്തായിരിക്കുന്നത്. പണ്ടൊക്കെ ഒരു വെള്ളിരുവ ഇതിൻ്റെ അകത്ത് കിടന്ന് തെളിഞ്ഞ് കാണാമായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഉപ്പുവെള്ളം ഇവിടെ കയറി വന്ന് നല്ല തെളിവായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ഇത് കറുത്തിരിക്കുക, ഇവിടെ ആരും ഇറങ്ങത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ശരീരം മൊത്തം ചൊറിയും. അപ്പോൾ ഈ പാലം പൊളിച്ച് പണിയാനായിട്ട് 9 കോടി രൂപ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ MLA പറയുന്നു. ഇവിടെ അതിൻ്റെ ബാനറും ഫ്ലെക്സ് ബോർഡും ഒക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊളിച്ചു മാറ്റാതെ ഈ പോളയിൽ നിന്നൊരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് വാരി മാറ്റാനായിട്ട് ഇപ്പോൾ ഉള്ള ന്യൂ ടെക്നോളജി വെച്ച് ഇവിടെ ഒരു മിഷൻ ഈ ചങ്ങനാശ്ശേരി ബോട്ടിയെട്ടിൽ കൊണ്ടുവന്ന് ഇടണം. വരുന്ന പോള അപ്പം എടുത്ത് മാറ്റാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ ഈ ചങ്ങനാശ്ശേരി നിലനിൽക്കത്തുള്ളൂ. ഇവിടുത്തെ കുറേ ചെറുപ്പക്കാർ, 5-6 ചെറുപ്പക്കാർ കൂടി ഇവിടെ ഒരു ഹൗസ് ബോട്ട് വരണമെന്നും, ഒരു ഹൗസ് ബോട്ടല്ല അനേക ഹൗസ് ബോട്ട് വരണമെന്നും ടൂറിസ്റ്റുകൾ വരണമെന്നും ഒക്കെയുള്ള ആഗ്രഹപ്രകാരം അവർ ചെറിയ ഒരു ഹൗസ് ബോട്ട് ഇറക്കിയതാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതേ KC പാലത്തിൻ്റെ കീഴിൽ കൂടെ വരത്തുള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ ചെറിയൊരു ഹൗസ് ബോട്ട് അവരുടെ സ്വപ്നമാണ്, ചങ്ങനാശ്ശേരിക്കാരുടെ സ്വപ്നമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരണമെന്നൊക്കെയുള്ളത്. അതുകൊണ്ട് അവർ കുറേ ചെറുപ്പക്കാർ കൂടി ഉണ്ടാക്കി എടുത്ത ഒരു ഹൗസ് ബോട്ടായി കിടക്കുന്നത്. അപ്പോൾ ആർക്കും ഏത് സമയത്തും അതായത് കുട്ടനാടിൻ്റെ ഉത്ഭവമായ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഹൗസ് ബോട്ട് യാത്ര ചെയ്യാം. വളരെ മനോഹരമായിരിക്കും. ഉത്ഭവം എടുത്ത് കാണുക എന്നുള്ളത് വിദേശികളുടെ ഒരു വലിയ താല്പര്യം. അവർക്ക് എന്തും തുടക്കം മുതൽ കാണണം. അപ്പോൾ അങ്ങനെ കാണുവാനുള്ള സംവിധാനങ്ങളൊക്കെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് തുടക്കം. അപ്പോൾ അത് മൊത്തം കെട്ടിയടച്ച് നശിപ്പിച്ച് ഇട്ടിരിക്കുകയാണ്. മണ്ട പോയ തെങ്ങുകൾ കണ്ടോ, എന്നാ കായ് കൊണ്ടായിരുന്ന ഒരു പുരയിടമായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ. എല്ലാം നശിച്ചു, മൊത്തം നശിക്കുകയാണ്. ഈ നാട് ചങ്ങനാശ്ശേരി മൊത്തത്തിൽ നശിക്കുക. അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയെ ഉൾക്കൊള്ളാനും അതിനെ ഏത് രീതിയിലാണ് ചങ്ങനാശ്ശേരിയിലൊരു വികസനം കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ചങ്ങനാശ്ശേരിയെ കരപിടിപ്പിക്കേണ്ടതെന്നോ അതിനെ ലോകത്തിൻ്റെ മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്നോ കാണിക്കണമെന്നോ ജനങ്ങളെ ഇവിടെ കൊണ്ടുവരണമെന്നോ അറിയാവുന്ന ഒരു ഭരണ നേതൃത്വം ചങ്ങനാശ്ശേരിക്കില്ല. കയറുക, ജയിക്കുക, എങ്ങനെയെങ്കിലും 5 വർഷം തള്ളിവിടുക, അടുത്ത ആൾ നിൽക്കുക. ഇങ്ങനെ ചങ്ങനാശ്ശേരിക്കാർ പ്രതികരണശേഷി ഏറ്റവും കുറവുള്ള ഒരു ജനതയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും പ്രതികരണശേഷി ഇല്ലാത്തതും ഭയമുള്ളതും സമ്പത്ത് കയ്യിലുള്ളതും ആയ ഒരു ജനതയാണ് ചങ്ങനാശ്ശേരിക്കാർ. പിതാക്കന്മാർ ബിസിനസ്സൊക്കെ ചെയ്ത് മക്കളുടെ ഈ കാശുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഞാനെന്തിനാ പറയുന്നത്, നമ്മളാവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ബന്ധപ്പെടണ്ട, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും, കുരയ്ക്കുന്നവനൊക്കെ കിടന്ന് കുരയ്ക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും, പ്രതാപങ്ങളൊക്കെ മാറും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു 25 വർഷം പുറകോട്ട് ചിന്തിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ നാട് നശിച്ചു പോയി. ഈ തോട് മുന്നോട്ട് മൊത്തത്തിൽ അടഞ്ഞു പോയി കേട്ടോ. മൊത്തം പോള കയറി ആ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് പറാക്കര ഇങ്ങനെ അങ്ങോട്ട് പോവും. അത് മൊത്തം എത്ര ബോട്ടുകൾ ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നറിയാം. അത് മൊത്തം അടഞ്ഞു പോയി.
ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചങ്ങനാശ്ശേരി മണിക്കച്ചിറ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്ന് മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സ്ഥലം കൂടാണിത്. പക്ഷേ അവരിത് പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നില്ല. കല്യാണം കഴിയുന്ന ആൾക്കാർ, വധൂവരന്മാരൊക്കെ വന്ന് ഫോട്ടോഷൂട്ടിന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഒരു 10 പേരെങ്കിലും ഈ ചങ്ങനാശ്ശേരി ഈ പരിസരങ്ങളിൽ വന്ന് അവർ ഫോട്ടോഷൂട്ടിനൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു സ്ഥലം ഇവർ എന്തുകൊണ്ട് ഇത് ചെയ്തെടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചോദ്യം. കണ്ടോ, ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്ക്, ഇവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വിവാഹം കഴിച്ച് കഴിഞ്ഞുള്ള പിള്ളേരാണ് ഈ വന്ന് ഇവിടെ ഈ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് ചെയ്യേണ്ട രീതിയിൽ ഇവിടെ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഈ ഫോട്ടോഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇവർക്കൊരു റേറ്റ് വെക്കാം. ഇവിടെ വന്ന് നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്ര രൂപ ഓരോരുത്തടത്തുണ്ടല്ലോ. ഇത് ഇവിടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഫോട്ടോയ്ക്കും വീഡിയോസും ഒക്കെ എടുക്കുന്നതിന് അവിടെയൊക്കെ റേറ്റുകളുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് മുനിസിപ്പാലിറ്റിക്ക് ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് റേറ്റ് വാങ്ങാം. അങ്ങനെ തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാവും. അതിന് മുനിസിപ്പാലിറ്റി തയ്യാറാകണം. അല്ലാതെ നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കരുത്. ഈ ബോട്ടിയെട്ടിക്കടുത്ത് ഒരു കടയുണ്ട്. ഞങ്ങളുടെ അച്ചായൻ്റെ എത്ര വർഷമായി വേച്ചാനോടെ കട തുടങ്ങിയിട്ട്? 60 കൊല്ലം പഴക്കമുള്ളൊരു കടയാണ്. കാലം മാറിയതിനനുസരിച്ച്, നേരത്തെ സോഡയുടെയൊക്കെ പരിപാടിയായിരുന്നു അല്ലേ, സോഡ പരിപാടിയായിരുന്നു. കാലം മാറിയതിനനുസരിച്ച് അച്ചായനിപ്പം ഈ നറുതണ്ടി സർവത്ത് ഈ സംഭവം ഇവിടെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ആവശ്യക്കാർ ഈ കടയിൽ വന്നാൽ മതി, നറുതണ്ടിയുടെ സർവത്ത് ഇവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് തരും. 100 രൂപ ഒരു കുപ്പി അല്ലേ? അതെത്രയാണ്? 750 മില്ലിയാണോ? 650 ആയിരിക്കും അല്ലേ? അപ്പോൾ ആ സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് ഈ അച്ചാൻ്റെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഒരുപാട് കടക്കാർ ഇവിടെ വന്ന് ഈ സാധനം മേടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒറിജിനൽ നറുതണ്ടി കൊണ്ടുണ്ടാക്കിയ സർവത്താണ്. ചെറിയ ഷോറൂമാണേലും ഇവിടെ നടക്കുന്നത് ഭയങ്കര പ്രവൃത്തിയാണ് കേട്ടോ. ആളിൻ്റെ പേര് വേവിച്ചൻ എന്നാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കടയിൽ ഈ സാധനം വന്ന് മേടിച്ചു കഴിഞ്ഞാൽ നറുതണ്ടി സർവത്ത് നിങ്ങൾക്ക് കൊടുക്കാം. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എത്ര കടയ്ക്ക് കൊടുക്കുന്നുണ്ട്? എത്ര കടക്കാർ വന്ന് മേടിക്കുന്നുണ്ട്? തിരുവല്ല, ചെങ്ങന്നൂർ, കവിയൂര്, കിടങ്ങറ. അപ്പം ആവശ്യക്കാർ ഈ കടയിൽ വന്നാൽ മതി. ബോട്ടിയെട്ടി 5 വിളക്ക് സ്ക്വയറിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കട വലിയ ഗംഭീരമൊന്നും അല്ലേലും അച്ചായൻ കൊടുക്കുന്ന നറുതണ്ടി സർവത്ത് അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം ഈ ബോട്ടിയെട്ടിയുടെ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർമാർ ഉത്തരവാദിത്വമാണ്. ഇവിടുത്തെ MLAയുടെ ഉത്തരവാദിത്വമാണ്. ഇവിടുത്തെ NBയുടെ ഉത്തരവാദിത്വമാണ്. ഇത്ര മനോഹരമായ ഒരു സ്ഥലം കേരളത്തിൽ വേറൊരിടത്തുമില്ല. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരിക. കണ്ടോ, അവിടെ എല്ലാം പിള്ളേരവിടെ ഫോട്ടോ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ ആക്കിയെടുത്താൽ നല്ലതാണ്, നാടിന് നല്ലതാണ്, മുനിസിപ്പാലിറ്റിക്ക് നല്ലതാണ്, വലിയൊരു വരുമാനം ഉണ്ടാകും. ഇതിൻ്റെ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് വരും. കോടികൾ ചിലവാക്കി ചെയ്ത ഇവിടെ ഇപ്പോൾ ഈ പോളയൊക്കെ വാരിയിട്ട് ഇവിടെ ഇതെല്ലാം കൂടെ വാരി ഇവിടെ വെച്ചിരിക്കുക. ഇത് 9 ലക്ഷം രൂപയുടെ പരിപാടി നടത്തിയ ഒരു സംഭവമാണ്. ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ വാരി ഇവിടെ വൃത്തികേടാക്കി വെച്ചിരിക്കുക. കൈയിട്ട് വാരണമെന്നൊരൊറ്റ പരിപാടിയേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ കലാസംവിധായകന്മാർക്ക്. അല്ലാതെ ഇത് വൃത്തിയാകണമെന്നൊന്നും ഇവർക്ക് ആർക്കും ഒരു താല്പര്യവും ഇല്ല. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ഓക്കേ.